ഡിയർ സ്റ്റുഡൻസ്, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഒരു പ്രോബ്ലമാണ്. അതെന്ന് പറഞ്ഞാൽ ഡിസൈൻ സ്ട്രെങ്ത് കണ്ടുപിടിക്കാനുള്ളൊരു പ്രോബ്ലമാണ്. ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ജോയിൻ്റ് കണ്ടുപിടിക്കാനുള്ളൊരു പ്രോബ്ലമാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണുള്ളത്: 2 plates of 16 mm ആൻഡ് 14 mm തിക്നെസ് ആർ ടു ബി ജോയിൻഡ്. അതായത് 2 പ്ലേറ്റ് 16 mm 14 mm ഉള്ള 2 പ്ലേറ്റ്സ് എന്ത് ചെയ്യണം, നമുക്ക് ജോയിൻ ചെയ്യണം ബൈ ഗ്രൂവ് വെൽഡ്. ഗ്രൂവ് വെൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബട്ട് വെൽഡിൻ്റെ വേറൊരു നെയിമാണ് ഗ്രൂവ് വെൽഡ് എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ നിങ്ങളോട് അങ്ങനെയും ചോദിക്കാം, ചിലപ്പോൾ ബട്ട് വെൽഡ് എന്നും ചോദിക്കാം. അപ്പോൾ രണ്ട് രീതിയിൽ എന്താണ് മനസ്സിലാക്കി വെക്കുക. ഗ്രൂവ് വെൽഡ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. 2 ഫിഗർ തന്നിട്ടുണ്ട്. ഒന്ന് എങ്ങനെയാണ്? ഇതൊരു സിംഗിൾ വി ബട്ട് ജോയിൻറ്റും ഇതൊരു ഡബിൾ വി ബട്ട് ജോയിൻറ്റുമാണ്. അങ്ങനെ 2 ഫിഗർ തന്നിട്ടുണ്ട്. ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് ദി വെൽഡ് വാസ് പ്രൊവൈഡഡ് ആസ് 175 mm. അപ്പോൾ എന്താണ്? LW അല്ലെങ്കിൽ ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് വെൽഡ് LW 175 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് സ്ട്രെങ്ത് ഓഫ് ദി ജോയിൻ്റ് ആണ്. ഇഫ് ഡബിൾ വി ഗ്രൂവ് ജോയിൻറ്റ് ഈസ് പ്രൊവൈഡഡ്, അതേപോലെ തന്നെ സിംഗിൾ വി ഗ്രൂവ് ജോയിൻറ്റ് ഈസ് പ്രൊവൈഡഡ്. ഇങ്ങനെ 2 കേസസ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോകാം. ഫസ്റ്റ് എന്താണ്? ഡബിൾ വി ബട്ട് ജോയിൻറ്റ്. ബട്ട് അല്ലെങ്കിൽ എന്താണ്? ഗ്രൂവ് ജോയിൻറ്റ്. ഓക്കെ. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ഓൾറെഡി ഡിസൈൻ സ്ട്രെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ എന്താണ് കോഡിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ക്ലോസ് നമ്പർ 10.5.7 പേജ് നമ്പർ 79 എടുത്തു കഴിഞ്ഞാൽ അതിലെന്താണ് ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് വെൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് വെൽഡ് FWD എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു FWN ഡിവൈഡഡ് ബൈ ഗാമ MW ഇൻറ്റു ഏരിയ ഓഫ് ദി വെൽഡ്. ഓക്കെ, ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. അതിൽ FU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FWN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു FU ബൈ √3. അതിൽ FU എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോളസ്റ്റ്, ഇതൊക്കെ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സ്മോളസ്റ്റ് ഓഫ് അൾട്ടിമേറ്റ് സ്ട്രെസ് ഓഫ് വെൽഡ് അല്ലെങ്കിൽ പാരൻമെറ്റൽ FU എന്ന് പറഞ്ഞാൽ. പിന്നെ ഗാമ MW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറാണ്. ഇത് വെൽഡിൻ്റെ കേസിൽ ഷോപ്പ് വെൽഡിനും എന്താണ് ഫീൽഡ് വെൽഡിനൊക്കെ ഡിഫറെൻറ്റ് വാല്യൂസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ടേബിളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ എങ്ങനെയാണ് ഗാമ MW കിട്ടി. ഇനി ഏരിയ ഓഫ് വെൽഡ് എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് ഓഫ് വെൽഡ് ഇൻറ്റു ത്രോട്ട് തിക്നെസ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് ത്രോട്ട് തിക്നെസ്. അതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ത്രോട്ട് തിക്നെസ്. ഓക്കെ, that is equal to LW into TE. ഇഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് നമ്മൾ TE എന്നാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡബിൾ വി ബട്ട് ജോയിൻറ്റ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ വിക്കും സിംഗിൾ വിക്കും കോമൺ ആണ് ഈ ഒരു ഇക്വേഷൻ വരുന്നത്. ഇതിൽ വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രോട്ട് തിക്നെസ്സിലുള്ള ഡിഫറൻസ് മാത്രമാണ്. അതായത് സിംഗിൾ വി ഗ്രൂവ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ത്രോട്ട് തിക്നെസ് 5/8 ഓഫ് ദി തിക്നെസ് ഓഫ് ദി സ്മോളസ്റ്റ് പ്ലേറ്റും, ഡബിൾ വി ആണെങ്കിൽ തിക്നെസ് ഓഫ് ദി സ്മോളസ്റ്റ് പ്ലേറ്റും ആണ് എടുക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. പ്രോബ്ലത്തിലോട്ട് നോക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? FWD ഈസ് ഈക്വൽ ടു FU ഡിവൈഡഡ് ബൈ √3 ഗാമ MW ഇൻറ്റു ഏരിയ ഓഫ് ദി വെൽഡ് LW ഇൻറ്റു ത്രോട്ട് തിക്നെസ് TE. അപ്പോൾ FU എത്രയാണ്? FU നമ്മൾ 410 ആക്കി എടുക്കുകയാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, പക്ഷേ FUവിൻ്റെ വാല്യൂ 410 ആയിട്ടാണ് നമ്മൾ എടുക്കുക. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും മിക്ക കേസിലും, തന്നിട്ടില്ലെങ്കിൽ 410 എടുക്കുക. FU ഈസ് ഈക്വൽ ടു 410 Nm/mm². അസ്യൂം ചെയ്യുക. LW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് തന്നിട്ടുള്ളത്? 175 mm തന്നിട്ടുണ്ട്. LW അതായത് ലെങ്ത് ഓഫ് ദി ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് ദി വെൽഡ് എന്ന് തന്നിട്ടുണ്ട് LW. പിന്നെ TE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡബിൾ വി ഗ്രൂവ് ജോയിൻ്റ് ആയതുകൊണ്ട് തന്നെ ഇഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് നമ്മൾ എടുക്കുക. ഇഫക്റ്റീവ് ത്രോട്ട് തിക്നെസ്
നമ്മളെടുക്കുക എന്താണ് തിക്നെസ് ഓഫ് തിന്നർ പ്ലേറ്റ്. ഇതെന്താണ് കംപ്ലീറ്റ് പെനിട്രേഷൻ ആയതുകൊണ്ടാണ്, കംപ്ലീറ്റ് പെനിട്രേഷൻ. ഓക്കെ, അപ്പോൾ ടി എത്രയാണ് കിട്ടുക? തിക്നെസ് ഓഫ് ദി തിന്നർ പ്ലേറ്റ് എത്രയാണ്? തിന്നർ പ്ലേറ്റ് 14 mm ആണ് തിന്നർ പ്ലേറ്റ്. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 14 mm. ഷോപ്പ് വെൽഡ് ആയതുകൊണ്ട് ഇത് ഗാമ എം ഡബ്ല്യു നമ്മൾ എടുക്കുക 1.25 ആണ്. ഇത് ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ഇനി എഫ് ഡബ്ല്യു ഡി ഈസ് ഈക്വൽ ടു 410 ഇൻറ്റു എന്താണ് 410 ഡിവൈഡഡ് ബൈ √3 ഇൻറ്റു ഗാമ എം ഡബ്ല്യു 1.25. എൽ ഡബ്ല്യു എത്രയായിരുന്നു? 175 ഇൻറ്റു എത്രയാണ്? ടി ഇ ആണ്. ടി എത്രയാണ്? 40. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 463.95 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. നമുക്ക് ന്യൂട്ടണിലായിരിക്കും വാല്യൂ കിട്ടുക. അത് ഇൻറ്റു 10⁻³ ചെയ്യുക. അപ്പോൾ എന്തായി? കിലോ ന്യൂട്ടണിലോട്ട് വാല്യൂ മാറും. അപ്പോൾ 463.95 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. എന്ത്? ഡബിൾ വി ഗ്രൂപ്പ് ജോയിൻ്റ് ആണെങ്കിൽ അതിന് കിട്ടുന്ന ഡിസൈൻ സ്ട്രെങ്ത്ത്, വെൽഡിൻ്റെ ഡിസൈൻ സ്ട്രെങ്ത്ത്. ഇനി സെക്കൻഡ് കേസ് ബി എടുക്കുകയാണെങ്കിൽ സിംഗിൾ വി ഗ്രൂപ്പ് ജോയിൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ്? ഇക്വേഷൻസ് ഒക്കെ സെയിം ആണ്. അതായത് എഫ് ഡബ്ല്യു ഡി ഈസ് ഈക്വൽ ടു എഫ് യു എൽ ഡബ്ല്യു ഇൻറ്റു ടി ഇ ഡിവൈഡഡ് ബൈ √3 ഗാമ എം ഡബ്ല്യു തന്നെയാണ് എന്ത് ഇക്വേഷൻ വരുന്നത്. ടി ഇ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. അതായത് ഇഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് വിൽ ബി ഈക്വൽ ടു ഫോർ ഇവിടെ ഇൻകംപ്ലീറ്റ് പെനിട്രേഷൻ ആണ്. ഫോർ ഇൻകംപ്ലീറ്റ് പെനിട്രേഷൻ ഈസ് ഈക്വൽ ടു 5/8 ഓഫ് ദി സ്മോളസ്റ്റ് തിന്നർ പ്ലേറ്റ് അല്ലേ. അപ്പോൾ 5/8 ഓഫ് തിക്നെസ് ഓഫ് തിന്നർ പ്ലേറ്റ്. തിന്നർ പ്ലേറ്റ് എത്രയാണ്? 5/8 ഇൻറ്റു 14 ആണ്. വിൽ ഗെറ്റ് ഇറ്റ് ആസ് 8.75 mm. അപ്പോൾ എന്താണ്? നമ്മൾ ഈ വാല്യൂസ് ഒക്കെ പോയിട്ട് എഫ് ഡബ്ല്യു ഡിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫ് യു എത്രയാണ്? 410 ആണ്. എൽ ഡബ്ല്യു 175 ആണ്. ടി ഇ നമുക്ക് 8.75 എന്ന് കിട്ടും. √3 ഇൻറ്റു 1.25. ഷോക്ക് വെൽഡ് തന്നെയാണ് ഈ കേസിലും. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 289.97 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ഇങ്ങനെയാണ് ഡിസൈൻ സ്ട്രെങ്ത് കണ്ടുപിടിക്കുക. താങ്ക് യു.